നമസ്കാരം. UK സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം. നൈജൽ ഫറാജിന്റെ പ്രധാനമന്ത്രി മോഹങ്ങൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് പുതിയ അഭിപ്രായ സർവേ ഫലം പുറത്തുവന്നു. റിഫോം UKക്ക് കേവലം 16 സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ സർവേയിൽ പറയുന്നത്. ജൂലൈ 30-നും ആഗസ്റ്റ് 3-നും ഇടയിലായി മുൻ കൺസർവേറ്റീവ് പാർട്ടി ട്രഷററും തിരഞ്ഞെടുപ്പ് വിദഗ്ധനുമായ ലോർഡ് ആഷ്ക്രോഫ്റ്റ് നടത്തിയ സർവേയിൽ റിഫോം UKക്ക് ലഭിച്ചത് വെറും 16% പേരുടെ പിന്തുണ മാത്രമായിരുന്നു. 2024 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയാണിത്. നൈജൽ ഫറാജിന്റെ പ്രധാനമന്ത്രി മോഹത്തിന് തിരിച്ചടി നൽകി പുതിയ അഭിപ്രായ സർവേ ഫലം. റിഫോം UKക്ക് കേവലം 16 സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ സർവേയിൽ പറയുന്നത്. ജൂലൈ 30-നും ഓഗസ്റ്റ് 3-നും ഇടയിലായി മുൻ കൺസർവേറ്റീവ് പാർട്ടി ട്രഷററും തിരഞ്ഞെടുപ്പ് വിദഗ്ധനുമായ ലോർഡ് ആഷ്ക്രോഫ്റ്റ് നടത്തിയ സർവേയിൽ റിഫോം UKക്ക് ലഭിച്ചത് വെറും 16% പേരുടെ പിന്തുണ മാത്രമായിരുന്നു. അതേസമയം ആൻഡി ബേണാമിന്റെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടിക്ക് 27% ജനപിന്തുണ ആർജിക്കാൻ കഴിഞ്ഞപ്പോൾ കെമി ബേഡ്നോക്കിന്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് പാർട്ടി 23% പോയിന്റുകൾ നേടി രണ്ടാം സ്ഥാനത്തെത്തി. റിഫോം UKക്ക് തൊട്ടുപിറകിലായി 15% ജനപിന്തുണയോടെ ഗ്രീൻ പാർട്ടി 4-ാം സ്ഥാനത്തെത്തിയപ്പോൾ ലിബറൽ ഡെമോക്രാറ്റുകൾക്ക് നേടാനായത് 8% ജനപിന്തുണ മാത്രമായിരുന്നു. ഒരു വർഷത്തിലധികമായി എല്ലാ അഭിപ്രായ സർവേകളിലും 1-ാം സ്ഥാനത്ത് തുടരുന്ന റിഫോം UKക്ക് വലിയൊരു തിരിച്ചടിയാണ് ഈ അഭിപ്രായ സർവേ ഫലം നൽകുന്നത്. നാളെ വോട്ടിംഗ് നടന്നാൽ ആർക്ക് വോട്ട് ചെയ്യുമെന്ന സാധാരണ സർവേ കമ്പനികളുടെ ചോദ്യത്തിൽ നിന്നും വിഭിന്നമായി അടുത്ത പൊതുതിരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യാനാണ് കൂടുതൽ സാധ്യത എന്ന ചോദ്യമാണ് ആഷ്ക്രോഫ്റ്റിന്റെ സർവേയിൽ ഉന്നയിച്ചത്. ഇത് അഭിപ്രായ സർവേ ഫലത്തിന് കൂടുതൽ വിശ്വാസ്യത നൽകുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ജീവിത ചെലവ് പ്രതിസന്ധി നേരിടുന്ന ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനായി ആശ്വാസ പദ്ധതികൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്ന് പ്രധാനമന്ത്രി ആൻഡി ബേണാമിന്റെ ഓഫീസ്. ജനങ്ങൾക്ക് സാമ്പത്തികമായി ആശ്വാസം നൽകുകയാണ് നടപടികളുടെ ലക്ഷ്യമെന്ന് ടൗണിംഗ് സ്ട്രീറ്റ് വ്യക്തമാക്കി. ഉപഭോക്തൃ സൗഹൃദ നടപടികൾക്ക് പ്രധാനമന്ത്രി മുൻഗണന നൽകും. ഇതിനൊപ്പം രാജ്യത്തെ ഹൈസ്ട്രീറ്റുകൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനുള്ള നടപടികളും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചേക്കും. ജനങ്ങൾക്ക് സാമ്പത്തികമായി ആശ്വാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിനായി ആശ്വാസ പദ്ധതികൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്ന് പ്രധാനമന്ത്രി ആൻഡി ബേണാമിന്റെ ഓഫീസ്. വെസ്റ്റ്മിൻസ്റ്ററിൽ നിന്ന് പുറത്തുകടന്ന് UKയിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച് ജനങ്ങളുമായി നേരിട്ട് സംസാരിക്കുന്ന സമ്മർ ടൂറിനും അദ്ദേഹം തുടക്കം കുറിക്കും. രാജ്യത്തെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ട് പ്രതീക്ഷ തിരികെ കൊണ്ടുവരാനും ബ്രിട്ടനെ കൂടുതൽ സമ്പന്നമാക്കാനും ലക്ഷ്യമിട്ടുള്ള 10 വർഷത്തെ പദ്ധതിക്ക് രൂപം നൽകാനാണ് പ്രധാനമന്ത്രിയുടെ നീക്കം. എന്നാൽ ജീവിത ചെലവ് സംബന്ധിച്ച വലിയ ഇടപെടലുകൾ ഒക്ടോബറിലെ ബജറ്റിന് മുൻപ് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ചാൻസലർ ജോൺ ഹീലി ശക്തമായ ധനകാര്യ അച്ചടക്കം തുടരുമെന്ന് വ്യക്തമാക്കിയതിനാൽ സർക്കാരിന് ചെലവഴിക്കാൻ കഴിയുന്ന തുകയ്ക്കും പരിധിയുണ്ടാകും. അതേസമയം ഇംഗ്ലണ്ടിലും വെയിൽസിലും ഒക്ടോബറിൽ ആരംഭിക്കാനിരിക്കുന്ന തടവുകാരുടെ നേരത്തെയുള്ള മോചന പദ്ധതി സർക്കാരിന് പുതിയ സമ്മർദ്ദം സൃഷ്ടിക്കുകയാണ്. പോലീസ് കോൺസ്റ്റബിൾ ആൻഡ്രൂ ഹാർപ്പറിനെ കൊലപ്പെടുത്തിയ കേസിലെ 2 പ്രതികൾക്കും അടുത്ത വർഷം പദ്ധതിയുടെ ഭാഗമായി നേരത്തെ മോചനം ലഭിക്കാൻ അർഹതയുണ്ടാകുമെന്നതാണ് പ്രധാന വിമർശനം. ഹാർപ്പറിന്റെ കുടുംബവും മുൻമുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളും ഇവരെ നേരത്തെയുള്ള മോചനത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി നേരത്തെ പദ്ധതിയുടെ പരിധി കുറയ്ക്കുന്നതിനായി അവലോകനത്തിന് ഉത്തരവിട്ടിരുന്നു. എന്നാൽ മാൻസ്ലോട്ടർ കേസിൽ ശിക്ഷിക്കപ്പെട്ടവർ ഇപ്പോഴും പദ്ധതിക്ക് അർഹരായിരിക്കും. ജയിൽ ശേഷിയെ ബാധിക്കുമെന്നതിനാൽ ഇതിൽ കൂടുതൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്നാണ് പ്രധാനമന്ത്രിയുടെ നിലപാട്. ഏതൊരു സർക്കാരും അധികാരത്തിലെത്തിയാൽ ആദ്യ 100 ദിവസങ്ങൾ മധുവിധുക്കാലമാണെന്ന് പറയാറുണ്ട്. എന്നാൽ കുടിയേറ്റവും ശിക്ഷാ കാലാവധി തീരുന്നതിന് മുൻപ് ജയിൽ പുള്ളികളെ വിട്ടയക്കാനുള്ള തീരുമാനവുമൊക്കെയായി ആൻഡി ബേണാം സർക്കാരിന്റെ ആദ്യകാലം ഏറെ സംഘർഷഭരിതമായി തുടരുകയാണ്. സൂക്ഷിച്ചില്ല എങ്കിൽ തുടക്കകാലത്തും സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ മറ്റൊരു തലവേദന കൂടി എത്തുമെന്ന് ചില ലേബർ MPമാർ തന്നെ സർക്കാരിന് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നു. ആൻഡി ബേണാം സർക്കാരിന്റെ ആദ്യകാലം ഏറെ സംഘർഷഭരിതമായി തുടരുകയാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ തുടക്കകാലത്തും സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ മറ്റൊരു തലവേദന കൂടി എത്തുമെന്ന് സർക്കാരിന് മുന്നറിയിപ്പ് നൽകി ചില ലേബർ MPമാർ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് എന്ന് സൂചന. കടുത്ത ഉഷ്ണതരംഗത്തെയും വരൾച്ചയെയും കാട്ടുതീയെയും ഒക്കെ നേരിടുന്ന ഈ സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തിയില്ല എങ്കിൽ കാര്യങ്ങൾ അവതാളത്തിലാകുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. വടക്കൻ കടലിൽ എണ്ണ പ്രകൃതിവാതക ഖനനം വിപുലപ്പെടുത്താൻ ആൻഡി ബേണാം തീരുമാനിച്ചാൽ അത് പാർട്ടിക്കുള്ളിൽ തന്നെ കലാപം സൃഷ്ടിച്ചേക്കാമെന്നാണ് ബാക്ക് ബെഞ്ചർമാരായ 3 MPമാർ നൽകുന്ന മുന്നറിയിപ്പ്. ഇത്രയും ദൈർഘ്യമേറിയ ചൂടേറിയതും വരണ്ടതുമായ കാലാവസ്ഥയ്ക്ക് ശേഷം വീണ്ടും കൂടുതൽ ഫോസിൽ ഇന്ധനം ഖനനം ചെയ്യുവാനുള്ള അനുമതി നൽകുന്നത് മണ്ടത്തരമാണെന്നും അവർ പറയുന്നു. മൃദു ഇടത് സമീപനം സ്വീകരിക്കുന്ന ഈ MPമാർ പറയുന്നത് ഗ്രീൻ പാർട്ടിയിലേക്ക് പോയ തങ്ങളുടെ വോട്ടർമാരിൽ പലരും തിരികെ പാർട്ടിയിലേക്ക് വരാൻ ആരംഭിച്ചിരിക്കുകയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ പാർട്ടിക്ക് രാഷ്ട്രീയമായി തിരിച്ചടി ലഭിക്കാനും ഇടയുണ്ടെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. പുതിയ എണ്ണ പ്രകൃതിവാതക ഖനനത്തിന് നിരോധനം ഏർപ്പെടുത്തുമെന്നാണ് പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയിരുന്നതെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു. UKയിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലൊന്നായ ബർമിംഗ്ഹാം എയർപോർട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഗേജ് എടുക്കാതെ വിമാനം പുറപ്പെട്ടത് യാത്രക്കാരെ പെരുവഴിയിലാക്കി. 100 കണക്കിന് യാത്രക്കാരുടെ പെട്ടികളും ലഗേജുകളും വിമാനത്തിൽ കയറ്റാതെ വിമാനം പുറപ്പെട്ടതാണ് പ്രശ്നത്തിനിടയാക്കിയത്.
നിലവിൽ ഭൂരിഭാഗം യാത്രക്കാരുടെയും ലഗേജ് പ്രശ്നങ്ങൾ പരിഹരിച്ചതായി എയർപോർട്ട് അധികൃതർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സ്വന്തം ലഗേജ് കയ്യിൽ കിട്ടാതെ വിദേശ രാജ്യങ്ങളിൽ നിരവധി ആളുകൾ കുടുങ്ങിയിരിക്കുകയാണ്. യുകെയിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിൽ ഒന്നായ ബർമിംഗ്ഹാം എയർപോർട്ടിൽ ലഗേജ് എടുക്കാതെ വിമാനം പുറപ്പെട്ടത് യാത്രക്കാരെ പെരുവഴിയിലാക്കി. സൈപ്രസ്, ടർക്കി, റോം, ഗ്ലോസ്കോ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോയ ജെറ്റ് 2, EasyJet, TUI തുടങ്ങിയ വിവിധ എയർലൈനുകളിലെ യാത്രക്കാരാണ് പ്രധാനമായും ദുരിതത്തിലായത്. ഗ്രാൻ കനാറിയയിലേക്ക് യാത്ര ചെയ്ത ലൂയിസ് ഫെന്റൺ എന്ന യാത്രക്കാരി തന്റെ ഓട്ടിസം ബാധിച്ച മകളുമായി നേരിട്ട അനുഭവം പങ്കുവച്ചു. ദിവസങ്ങളോളം ഒരു വിവരവും ലഭിക്കാത്തതിനെ തുടർന്ന് ബീച്ച് ഷോപ്പുകളിൽ നിന്ന് വസ്ത്രങ്ങൾ വാങ്ങേണ്ടി വന്നുവെന്നും ഓട്ടിസം ബാധിച്ച മകൾക്ക് പുതിയ വസ്ത്രങ്ങളുമായി പൊരുത്തപ്പെടാൻ സാധിക്കാതെ ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല എന്നും അവർ പറഞ്ഞു. ആരുടെ തെറ്റാണെന്നതിനേക്കാൾ തങ്ങൾക്ക് അത്യാവശ്യ സാധനങ്ങൾ എപ്പോൾ കിട്ടുമെന്നാണ് യാത്രക്കാർ ചോദിക്കുന്നത്. പലരും ആയിരക്കണക്കിന് പൗണ്ട് ചെലവാക്കി പ്ലാൻ ചെയ്ത അവധിക്കാലമാണ് ഈ അനാസ്ഥ കാരണം പാഴായത്. ലഗേജ് ബോർഡിംഗ് തടസ്സപ്പെടുമെന്ന് നേരത്തെ അറിഞ്ഞിട്ടും ചെക്ക് ഇൻ ഡെസ്കുകളിൽ ജീവനക്കാർ അത് മറച്ചുവെച്ചുവെന്നും വിമാനത്തിൽ കയറിയ ശേഷമാണ് വിവരം അറിയുന്നതെന്നും യാത്രക്കാർ ആരോപിക്കുന്നു. ബ്രിസ്റ്റോൾ എയർപോർട്ടിലെ റൺവേ തടസ്സം കാരണം വിമാനങ്ങൾ ബർമിംഗ്ഹാമിലേക്ക് തിരിച്ചുവിട്ടതാണ് പൊടുന്നനെ ലഗേജ് ഹാൻഡ്ലിംഗിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചതെന്ന് വിമാനത്താവള വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഉണ്ടായ സൗകര്യക്കുറവിനും യാത്രക്കാർക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾക്കും ബർമിംഗ്ഹാം എയർപോർട്ട് അധികൃതർ ആത്മാർത്ഥമായി മാപ്പപേക്ഷിച്ചു. ലഗേജുകൾ എത്രയും വേഗം യാത്രക്കാരിലേക്ക് എത്തിക്കാൻ എയർലൈനുകളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും അവർ അറിയിച്ചു. ലഗേജ് കാണാതായാൽ യാത്രക്കാർ എന്താണ് ചെയ്യേണ്ടതെന്ന് പരിശോധിക്കാം. ലഗേജ് നഷ്ടപ്പെടുകയോ വൈകുകയോ ചെയ്താൽ ബർമിംഗ്ഹാം എയർപോർട്ട് അല്ല, മറിച്ച് നിങ്ങൾ യാത്ര ചെയ്ത എയർലൈനോ ടൂർ ഓപ്പറേറ്ററോ ആണ് ഇതിന് ഉത്തരവാദികൾ. അത്തരം സാഹചര്യങ്ങളിൽ യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി പറയുന്നവയാണ്. പ്രധാന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഫോം പൂരിപ്പിക്കുക. വിമാനമിറങ്ങിയ ഉടൻ തന്നെ ബന്ധപ്പെട്ട എയർപോർട്ടിലെ ലഗേജ് ഡെസ്കിലെത്തി പ്രോപ്പർട്ടി ഇറഗുലാരിറ്റി റിപ്പോർട്ട് ഫോം പ്രധാനമായും പൂരിപ്പിച്ച് നൽകുക. ലഗേജ് കയ്യിൽ കിട്ടുന്നത് വൈകുകയാണെങ്കിൽ 2 അല്ലെങ്കിൽ 3 ദിവസത്തേക്ക് അത്യാവശ്യ വസ്ത്രങ്ങൾ, മരുന്നുകൾ, ടോയ്ലറ്ററികൾ എന്നിവ വാങ്ങാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഇതിന്റെ ചെലവ് എയർലൈനുകൾ റീഇംബേഴ്സ്മെന്റ് ചെയ്ത് നൽകേണ്ടതാണ്. വാങ്ങുന്ന എല്ലാ സാധനങ്ങളുടെയും റെസിപ്റ്റുകളും ബില്ലുകളും സുരക്ഷിതമായി സൂക്ഷിക്കുക. ഇത് ക്ലെയിം ചെയ്യുമ്പോൾ നിർബന്ധമാണ്. ലഗേജ് 21 ദിവസത്തിനുള്ളിൽ തിരികെ ലഭിച്ചില്ല എങ്കിൽ അത് പൂർണ്ണമായി നഷ്ടപ്പെട്ടതായി കണക്കാക്കും. ഇത്തരത്തിൽ പരമാവധി 1300 പൗണ്ട് വരെ എയർലൈനിൽ നിന്ന് നഷ്ടപരിഹാരമായി ക്ലെയിം ചെയ്യാം. ലഗേജിൽ വലിയ തുകയുടെയോ വിലപിടിപ്പുള്ളതോ ആയ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിനായി ട്രാവൽ ഇൻഷുറൻസ് വഴി ക്ലെയിം ചെയ്യുന്നതാണ് ഉചിതം. സാധാരണയായി 28 ദിവസത്തിനുള്ളിൽ ഇത്തരം നഷ്ടപരിഹാര തുകകൾ എയർലൈനുകൾ തിരികെ നൽകാറുണ്ട്. നിലവിലെ പ്രതിസന്ധി അടുത്ത 48 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായി പരിഹരിക്കപ്പെടുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. യുകെയിലെ ജയിലുകളിലെ തിരക്ക് കുറയ്ക്കാനെന്ന പേരിൽ ക്രിമിനലുകളെ നേരത്തെ മോചിപ്പിക്കാനുള്ള സർക്കാർ നീക്കം പുതിയ പ്രധാനമന്ത്രി ആൻഡി ബേണാമിന് കടുത്ത തലവേദനയാകുന്നു. 2019 ഡ്യൂട്ടിക്കിടെ അതിക്രൂരമായി കൊല്ലപ്പെട്ട പോലീസുകാരൻ PC ആൻഡ്രൂ ഹാർപ്പറിന്റെ കൊലയാളികളായ 2 പേർക്ക് ശിക്ഷാ ഇളവ് നൽകി ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ പട്ടിക തയ്യാറാക്കിയതാണ് യുകെയിലുടനീളം വൻ ജനരോക്ഷത്തിന് വഴിവെച്ചിരിക്കുന്നത്. അധികാരത്തിലേറെ അധികം നാൾ തികയുന്നതിന് മുൻപ് തന്നെ PC ആൻഡ്രൂ ഹാർപ്പറിന്റെ കൊലയാളികളായ 2 പേർക്ക് ശിക്ഷാ ഇളവ് നൽകി യുകെയിലെ ജയിലുകളിലെ തിരക്ക് കുറയ്ക്കാനെന്ന പേരിൽ മോചിപ്പിക്കാൻ പട്ടിക തയ്യാറാക്കിയത് പൊതുജന മധ്യത്തിലും പോലീസ് സേനയ്ക്കുള്ളിലും സർക്കാരിന്റെ ജനപ്രീതി കുത്തനെ ഇടിയാൻ തീരുമാനമായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയോടെയാണ് ജയിൽ തിരക്ക് കുറയ്ക്കാനുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആയിരക്കണക്കിന് തടവുകാരെ മോചിപ്പിക്കാൻ തീരുമാനമായത്. പ്രതിഷേധങ്ങളെ തുടർന്ന് ചില വിഭാഗങ്ങളെ ഒഴിവാക്കിയെങ്കിലും ആൻഡ്രൂ ഹാർപ്പറിന്റെ വധക്കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന ആൽബർട്ട് ബോവേഴ്സ്, ജെസി കോൾ എന്നിവർ ഇളവ് ലഭിക്കുന്നവരുടെ പട്ടികയിൽ തുടർന്നു. ശിക്ഷാ കാലയളവിന്റെ പകുതി മാത്രം പൂർത്തിയാക്കി ഇവരെ പുറത്തുവിടാനുള്ള നീക്കത്തിനെതിരെ യുകെയിൽ ഒപ്പുശേഖരണം ശക്തമാണ്. ഇതിനകം 7.5 ലക്ഷത്തിലധികം ആളുകളാണ് ഇവർക്കെതിരെ ഒപ്പുവെച്ചിരിക്കുന്നത്. നിയമനിർമ്മാതാക്കളും പോലീസ് ഫെഡറേഷനും നീക്കത്തെ രൂക്ഷമായി വിമർശിച്ചു. കേവലം ഭരണപരമായ സൗകര്യങ്ങൾക്കായി ദാരുണമായ ഒരു കൊലപാതകത്തിലെ പ്രതികളെ തുറന്നുവിടുന്നത് നീതികേടിന്മേൽ നീതികേട് കാട്ടുന്നതിന് തുല്യമാണ് എന്ന് പ്രതിപക്ഷ നേതാക്കളും ജനപ്രതിനിധികളും തുറന്നടിച്ചു. പ്രധാനമന്ത്രി ആൻഡി ബേണാമിന്റെ ഭരണ മികവിനും ജനപ്രീതിക്കും നേരിട്ട ആദ്യത്തെ വലിയ ടെസ്റ്റായിട്ടാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ ഇതിനെ കാണുന്നത്. ഈ കേസ് വീണ്ടും മാധ്യമങ്ങളിൽ നിറയുമ്പോൾ UK മലയാളികളടക്കമുള്ള പൊതുസമൂഹത്തിന്റെ മനസ്സ് വീണ്ടും വിങ്ങുകയാണ്. കാരണം ഒരു സാധാരണ കൊലപാതക കേസ് എന്നതിലുപരി ആൻഡ്രൂ ഹാർപ്പറിന്റെ കഥ ഓരോ പൗരന്റെയും ഉള്ളുലയ്ക്കുന്ന ഒന്നായിരുന്നു. 2019 ഓഗസ്റ്റ് 15-നാണ് സംഭവം. വിവാഹം കഴിഞ്ഞ് കേവലം 4 ആഴ്ചകൾ മാത്രം പിന്നിട്ടപ്പോഴായിരുന്നു ആൻഡ്രൂവിന്റെ അന്ത്യം. അന്ന് രാത്രി ജോലി കഴിഞ്ഞ് ഭർത്താവ് തിരിച്ചെത്തിയതാണെന്ന് കരുതി വാതിൽ തുറന്ന ലിസി ഹാർപ്പർ എന്ന നവവധുവിന് മുന്നിൽ നഗരത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് നിന്നത്. തന്റെ പ്രിയതമൻ ഇനിയില്ല എന്ന ദാരുണ സന്ദേശമാണ് അവർ ലിസിയെ അറിയിച്ചത്. കൗമാരപ്രായത്തിൽ സ്കൂളിൽ വെച്ച് പ്രണയത്തിലായവരായിരുന്നു ആൻഡ്രൂവും ലിസിയും. 13 വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഒന്നിച്ചവർ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാനിരിക്കെ ഹണിമൂൺ യാത്രയ്ക്ക് തൊട്ടു മുൻപാണ് ദുരന്തം വിരുന്നെത്തിയത്. ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രിയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മുൻ ഇസ്ലാമിക് ജിഹാദ് ഭീകരൻ ലണ്ടനിൽ തേൻ ഉൽപ്പന്നങ്ങളും ഭക്ഷ്യവസ്തുക്കളും വിൽക്കുന്ന ബിസിനസ് സ്ഥാപനം നടത്തുന്നതായി വെളിപ്പെടുത്തൽ.
ഈജിപ്ത് സ്വദേശിയായ യാസർ അൽ സിറി എന്നയാളാണ് 3 പതിറ്റാണ്ടോളം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ബ്രിട്ടനിൽ അഭയം നേടി വടക്കൻ ലണ്ടനിൽ വ്യാപാരിയായി കഴിയുന്നത്. ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രിയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മുൻ ഇസ്ലാമിക് ജിഹാദ് ഭീകരൻ ലണ്ടനിൽ ആൾമാറാട്ടം നടത്തി ജീവിക്കുന്നുവെന്ന് വെളിപ്പെടുത്തൽ. പടിഞ്ഞാറൻ ലണ്ടനിലെ ആഡംബര മേഖലയായ മൈദാവെയിലിൽ സ്ഥിരതാമസമാക്കിയ അൽ സിറി വടക്കു പടിഞ്ഞാറൻ ലണ്ടനിലാണ് സ്വന്തം സ്ഥാപനം പ്രവർത്തിപ്പിക്കുന്നത്. പ്രാദേശികമായി ഹാജി എന്നറിയപ്പെടുന്ന ഇയാൾ താടി ചായം പൂശി പ്രദേശത്തെ പള്ളിയിലേക്കും ബിസിനസ് ആവശ്യങ്ങൾക്കുമായി ദിനചര്യ തടസ്സമില്ലാതെ തുടരുന്നതായി ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വ്യാപാരികൾക്കും പ്രാദേശിക സ്ഥാപനങ്ങൾക്കും മൊത്തമായി പാനീയങ്ങളും തേനും വിതരണം ചെയ്യുന്നതാണ് ഇയാളുടെ ബിസിനസ്. മാധ്യമപ്രവർത്തകർ ബിസിനസ് കേന്ദ്രങ്ങളിലെത്തിയെങ്കിലും ഒഴിവുകഴിവുകൾ പറഞ്ഞ് പ്രതികരിക്കാൻ ഇയാൾ തയ്യാറായില്ല. ഓഫീസിന് പുറത്ത് കാർ പാർക്ക് ചെയ്തിരുന്നെങ്കിലും ഇയാൾ സ്ഥലത്തില്ല എന്നാണ് ജീവനക്കാർ ആദ്യം മറുപടി നൽകിയത്. 1993 അന്നത്തെ ഈജിപ്ഷ്യൻ പ്രധാനമന്ത്രി ആതിഫ് സെദ്കിയെ കാർ ബോംബ് സ്ഫോടനത്തിലൂടെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പങ്കാളിയായതിനെ തുടർന്നാണ് ഇയാൾ രാജ്യം വിട്ടത്. പെൺകുട്ടികളുടെ സ്കൂളിന് മുന്നിൽ നടന്ന ആക്രമണത്തിൽ 12 വയസ്സുള്ള പെൺകുട്ടി കൊല്ലപ്പെട്ടിരുന്നു. ഈ കേസിൽ ഈജിപ്ഷ്യൻ കോടതി ഇയാൾക്ക് അഭാവത്തിൽ വധശിക്ഷ വിധിക്കുകയായിരുന്നു. അൽ ഖ്വയ്ദ തലവൻ ഉസാമ ബിൻ ലാദനെയും താലിബാനെയും പരസ്യമായി പിന്തുണച്ച ചരിത്രമുള്ളയാളാണ് യാസർ അൽ സിറി. ബിൻ ലാദന്റെ മരണശേഷം ഇയാൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മനോഹരമായ രക്തസാക്ഷിത്വത്തിലൂടെയാണ് കടന്നുപോയതെന്ന് പ്രതികരിച്ച് അൽ സിറി വിവാദം സൃഷ്ടിച്ചിരുന്നു. 2003 US വാഹനങ്ങൾ തകർക്കുന്ന താലിബാന്റെ പ്രചരണ വീഡിയോകളെയും ഇയാൾ പിന്തുണച്ചിരുന്നു. ഇതേ തുടർന്ന് അൽ ജമാഅ അൽ ഇസ്ലാമിയ എന്ന ഭീകര സംഘടനയ്ക്ക് സഹായം നൽകിയതിന് ന്യൂയോർക്കിലെ ഗ്രാൻഡ് ജൂറി ഇയാൾക്കെതിരെ കേസെടുത്തെങ്കിലും ബ്രിട്ടനിൽ നിന്ന് ഇയാളെ വിട്ടുകിട്ടാനുള്ള നടപടികളിലേക്ക് അമേരിക്ക കടന്നില്ല. 1993 വേൾഡ് ട്രേഡ് സെന്റർ സ്ഫോടനത്തിന്റെ സൂത്രധാരനും US ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത ഷെയ്ഖ് ഉമർ അബ്ദുൾ റഹ്മാനെയും ഇയാൾ പരസ്യമായി പിന്തുണച്ചിരുന്നു. മുൻ ബ്രിട്ടീഷ് MP പാട്രിക് മെർസർ ഇയാളെ അതീവ അപകടകാരിയായ വ്യക്തിയെന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. 1994 ബ്രിട്ടനിലെത്തി അഭയം അപേക്ഷിച്ച ഇയാളുടെ ഹർജി ബ്രിട്ടീഷ് അധികൃതർ തള്ളിയിരുന്നെങ്കിലും നികുതിദായകരുടെ പണം ഉപയോഗിച്ച് ഇയാൾ 8ലധികം തവണ നിയമ പോരാട്ടം നടത്തി. ഒടുവിൽ ഈജിപ്തിലേക്ക് തിരിച്ചയച്ചാൽ ജീവന് ഭീഷണിയുണ്ടെന്ന വാദം കണക്കിലെടുത്ത് UK ട്രൈബ്യൂണൽ ഇയാൾക്ക് അനുകൂലമായ നിലപാടിലെത്തി. കടുത്ത ഭീകരവാദ കേസുകളിൽ ഉൾപ്പെട്ടവരെ അഭയാർത്ഥികളായി പരിഗണിക്കാൻ കഴിയില്ല എന്ന അന്താരാഷ്ട്ര കൺവെൻഷനിലെ വകുപ്പ് ചൂണ്ടിക്കാട്ടി അന്നത്തെ ആഭ്യന്തര സെക്രട്ടറി പ്രീതി പട്ടേൽ ഇയാൾക്കെതിരെ അപ്പീൽ നൽകിയെങ്കിലും അപ്പീൽ കോടതി ഇയാൾക്ക് അനുകൂലമായി വിധിച്ചു. കടുത്ത വേനലിലെ 6ാം ഉഷ്ണതരംഗത്തിനായി ബ്രിട്ടൻ തയ്യാറെടുക്കുന്നതിനിടയിൽ ഈ ആഴ്ച പുതിയ കുറച്ച് സ്ഥലങ്ങൾ കൂടി വരൾച്ച ബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചേക്കാമെന്ന് റിപ്പോർട്ടുകൾ. ഏകദേശം 16 ദശലക്ഷം പേരെ ഇത് ബാധിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഹോസ് പൈപ്പ് നിരോധനം കൂടുതൽ കർക്കശമാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായേക്കാം. കാർ വാഷുകൾ, സ്വകാര്യ സ്വിമ്മിംഗ് പൂളുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ ജലം ഉപയോഗിക്കുന്നത് നിരോധിക്കാൻ പോലും ജലവിതരണ കമ്പനി ആലോചിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. 6ാം ഉഷ്ണതരംഗത്തിനായി ബ്രിട്ടൻ തയ്യാറെടുക്കുന്നതിനിടയിൽ ഏകദേശം 16 ദശലക്ഷം പേരെ ഇത് ബാധിക്കുമെന്ന് റിപ്പോർട്ട്. ഹോസ് പൈപ്പ് നിരോധനം, കാർ വാഷുകൾ, സ്വകാര്യ സ്വിമ്മിംഗ് പൂളുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ ജലം ഉപയോഗിക്കാൻ തുടങ്ങിയ നടപടികൾക്ക് സർക്കാർ ആലോചിക്കുന്നതായി റിപ്പോർട്ട്. അങ്ങനെ സംഭവിച്ചാൽ കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലത്തിനിടയിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരമൊരു നിരോധനം ഉണ്ടാകുന്നത്. ഈ ആഴ്ച മധ്യത്തോടെ താപനില 35 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. മാത്രമല്ല താപനില 30 ഡിഗ്രിയിൽ കവിഞ്ഞ 34 ദിവസങ്ങൾ ഉണ്ടായ 1995 റെക്കോർഡ് ഈ വർഷം തകരുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പ്രവചിക്കുന്നു. ഇന്നലെ ഞായറാഴ്ച തെക്കൻ ലണ്ടനിലെ ചിലയിടങ്ങളിൽ താപനില 31 ഡിഗ്രി സെൽഷ്യസിലെത്തിയതോടെ ഈ റെക്കോർഡിന് ഒപ്പം എത്തിയിരിക്കുകയാണ്. കടുത്ത ചൂടും ദൈർഘ്യമേറിയ ഉഷ്ണകാലാവസ്ഥയും ബ്രിട്ടനിലെ ജലവിതരണ ശൃംഖലയ്ക്ക് മേൽ അമിത സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. വെയിൽസ് മുഴുവനും ഒപ്പം ഇംഗ്ലണ്ടിലെ 7 പ്രദേശങ്ങളും ഇപ്പോൾ തന്നെ വരൾച്ചാബാധിത പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. മറ്റ് 6 പ്രദേശങ്ങൾ കൂടി ദൈർഘ്യമേറിയ വരണ്ട കാലാവസ്ഥ അനുഭവിക്കുന്നതിനാൽ അവ കൂടി അധികം വൈകാതെ വരൾച്ചാബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടേക്കാം. തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിലെയും വടക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെയും ഒട്ടുമിക്ക പ്രദേശങ്ങളും കിഴക്കൻ മിഡ്ലാൻഡ്സ്, ലിങ്കൺഷെയർ, നോർത്താംപ്ടൺഷെയർ എന്നിവയും ഇതിൽ ഉൾപ്പെടും. വരുന്ന ആഴ്ചകളിൽ ഈ പ്രദേശങ്ങളിൽ ഒന്നും തന്നെ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിട്ടില്ല. അടുത്ത 7 ദിവസങ്ങൾക്കുള്ളിൽ പല സ്ഥലങ്ങളുടെയും വരൾച്ചയുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റസിൽ വ്യത്യാസം വരുമെന്ന് എൻവയോൺമെന്റ് ഏജൻസിയും അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ഇംഗ്ലണ്ടിലെ ജലസംഭരണികളിൽ ജലത്തിന്റെ അളവ് 69% കുറഞ്ഞിട്ടുണ്ട്. സാധാരണ ഒരു വർഷത്തിന്റെ ഈ സമയ അളവിൽ ഉണ്ടായിരിക്കേണ്ട ശരാശരി ജലത്തിന്റെ അളവിനേക്കാൾ 12% കുറവായിരിക്കും ഇത് 5 സംഭരണികളിൽ ഇപ്പോൾ ജലം അസാധാരണമാം വിധം കുറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നദികളിൽ നിന്നും പാടങ്ങളിൽ ജലസേചനം നടത്തുന്നതിനായി നദികളിൽ നിന്നും ജലം ശേഖരിക്കാൻ കർഷകർക്ക് നൽകിയിട്ടുള്ള ലൈസൻസുകളുടെ കാര്യത്തിലും നിയന്ത്രണം കൊണ്ടുവന്നേക്കും. ഇത്തരം ലൈസൻസുകൾക്ക് മേൽ ഇപ്പോൾ തന്നെ 1500-ലധികം നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനു പുറമെ ഈസ്റ്റ് ആംഗ്ലിയയിൽ ഈ ആഴ്ച കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. ഇത് ബ്രിട്ടീഷ് കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്നതിൽ സംശയമില്ല. നദികളിൽ ജലനിരപ്പ് താഴ്ന്നതോടെ ശുദ്ധജല മത്സ്യങ്ങൾ കൂട്ടത്തോടെ മരണപ്പെടുന്നത് ഉൾനാടൻ മത്സ്യബന്ധനത്തെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്.
സ്ത്രീകൾക്ക് നേരെ നടന്ന അതിക്രമങ്ങൾക്ക് ജയിലിലായ കുറ്റവാളികൾ സ്ഥലപരിമിതിയുടെ പേരിൽ ശിക്ഷാ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് പുറത്തിറങ്ങുന്നത് സ്ത്രീകൾക്ക് ഭീഷണി. ഗവൺമെന്റിന്റെ മുൻകൂർ മോചിപ്പിക്കുന്ന സ്കീം സുരക്ഷിതമല്ല എന്നും സ്ത്രീകൾ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പ്രൊബേഷൻ കോടതി ജീവനക്കാരുടെ യൂണിയൻ. പ്രിസൺ ആൻഡ് പ്രൊബേഷൻ സർവീസിൽ വിശ്വാസമില്ല എന്നും ഇവർ പ്രഖ്യാപിച്ചു. സ്ത്രീകൾക്ക് നേരെ നടന്ന അതിക്രമങ്ങൾക്ക് ജയിലിലായ കുറ്റവാളികൾ സ്ഥലപരിമിതിയുടെ പേരിൽ ശിക്ഷാ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് പുറത്തിറങ്ങുന്നത് സ്ത്രീകൾ കൊല്ലപ്പെടാൻ വരെ സാധ്യതയുള്ള തരത്തിലുള്ള ഗുരുതര ഭീഷണി ഉയർത്തുന്നു എന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. ഈ പദ്ധതിക്കെതിരെ സമരത്തിനിറങ്ങാൻ അംഗങ്ങൾക്കിടയിൽ ബാലറ്റിംഗ് നടത്താനുള്ള ഒരുക്കത്തിലാണ് യൂണിയൻ. പ്രധാനമന്ത്രി ആൻഡി ബേണാമിനും ജസ്റ്റിസ് സെക്രട്ടറി അലക്സ് നോറിസിനും എതിരെ രൂക്ഷ വിമർശനമാണ് അംഗങ്ങൾക്ക് അയച്ച സന്ദേശത്തിലുള്ളത്. പൊതുജനങ്ങളിൽ നിന്നും രൂക്ഷ വിമർശനം ഉയർന്നതോടെ സ്കീമിന്റെ പല ഭാഗങ്ങളും വെട്ടിക്കുറയ്ക്കാൻ ബേണാം നിർബന്ധിതനായിരുന്നു. ഗുരുതര ലൈംഗിക കുറ്റവാളികൾ ഉൾപ്പെടെയുള്ളവരെ പുറത്തുവിടാനുള്ള നീക്കമാണ് വെട്ടിയത്. അതേസമയം കൊലപാതക കേസിലെ പ്രതികൾ ഈ സ്കീമിൽ പുറത്തുവരും. പബ്ബുകളിൽ നിന്നുകൊണ്ട് മദ്യം കഴിക്കുന്ന രീതിയായ വെർട്ടിക്കൽ ഡ്രിങ്കിംഗ് നിയന്ത്രിക്കാൻ പ്രാദേശിക കൗൺസിലുകൾ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഇടപെടുമെന്ന് ടൗണിംഗ് സ്ട്രീറ്റ്. തിരക്കേറിയ പബ്ബുകളിൽ ആളുകൾ നിന്നുകൊണ്ട് സംസാരിക്കുകയും പാനീയങ്ങൾ കഴിക്കുകയും ചെയ്യുന്നത് ബ്രിട്ടീഷ് ജീവിതശൈലിയുടെ ഭാഗമാണെന്നും സർക്കാർ വ്യക്തമാക്കി. ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്റർ കൗൺസിൽ പുറത്തിറക്കിയ പുതിയ ഡ്രാഫ്റ്റ് ലൈസൻസിംഗ് നയത്തിലെ പബ്ബുകളിൽ നിന്നുകൊണ്ട് മദ്യം കഴിക്കുന്ന രീതിയായ വെർട്ടിക്കൽ ഡ്രിങ്കിംഗ് നിയന്ത്രിക്കാൻ പ്രാദേശിക കൗൺസിലുകൾ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഇടപെടുമെന്ന ടൗണിംഗ് സ്ട്രീറ്റിന്റെ പുതിയ തീരുമാനം അംഗീകാരത്തിന് വഴിവെച്ചിരിക്കുന്നു എന്ന് സൂചന. സോഹോ ഉൾപ്പെടെയുള്ള തിരക്കേറിയ പ്രദേശങ്ങളിൽ പുതിയതായി ആരംഭിക്കുന്ന പബ്ബുകളിൽ ഉപഭോക്താക്കൾ ബാറിൽ നിന്ന് നേരിട്ട് മദ്യം വാങ്ങുന്നതിനു പകരം ടേബിൾ സർവീസ് പ്രോത്സാഹിപ്പിക്കണമെന്നാണ് നിർദ്ദേശം. പബ്ബുകളിൽ കൂടുതൽ ഇരിപ്പിടങ്ങൾ ഒരുക്കണമെന്നും ബാർ മേഖലയിൽ വലിയ തോതിൽ ആളുകൾ നിന്നുകൊണ്ട് മദ്യം കഴിക്കുന്ന സാഹചര്യം കുറയ്ക്കണമെന്നും ഡ്രാഫ്റ്റിൽ പറയുന്നു. സോഹോ പോലുള്ള പ്രദേശങ്ങളിലെ പുതിയ പബ്ബുകൾ രാത്രി 10 മണിയോടെ അവസാന ഓർഡർ സ്വീകരിക്കണമെന്ന നിർദ്ദേശവും ഇതിലുണ്ട്. ശബ്ദശല്യവും പൊതുജനങ്ങൾക്കുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളും കുറയ്ക്കുകയാണ് നിർദ്ദേശങ്ങളുടെ ലക്ഷ്യമെന്നാണ് വെസ്റ്റ്മിൻസ്റ്റർ കൗൺസിലിന്റെ വിശദീകരണം. എന്നാൽ നിയന്ത്രണങ്ങൾ ലണ്ടന്റെ പരമ്പരാഗത പബ്ബ് സംസ്കാരത്തെയും വെസ്റ്റ് എൻഡിലെ രാത്രികാല സമ്പദ് വ്യവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ ഉയർന്നു. പബ്ബ് ഉടമകളും വ്യാപാര സംഘടനകളും നിർദ്ദേശത്തിനെതിരെ രംഗത്തെത്തിയതോടെ വെസ്റ്റ്മിൻസ്റ്റർ കൗൺസിൽ നേതാവ് പോൾസ് വാർഡിൽ വിശദീകരണവുമായി എത്തി. വെസ്റ്റ്മിൻസ്റ്ററിലെ പബ്ബുകളിൽ നിന്നുകൊണ്ട് മദ്യം കഴിക്കുന്നത് നിരോധിക്കാൻ യാതൊരു പദ്ധതിയുമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. പുതിയ ലൈസൻസ് അപേക്ഷകളിൽ കൂടുതൽ ഇരിപ്പിടങ്ങളും ടേബിൾ സർവീസും പ്രോത്സാഹിപ്പിക്കുക മാത്രമാണ് ലക്ഷ്യമെന്നും നിലവിലുള്ള പബ്ബുകളിലെ ഉപഭോക്താക്കളുടെ സാധാരണ രീതികളെ നിരോധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും കൗൺസിൽ വ്യക്തമാക്കി. അതേസമയം പ്രാദേശിക കൗൺസിലുകളുടെ ലൈസൻസിംഗ് തീരുമാനങ്ങളിൽ ഇടപെടാൻ ലണ്ടൻ മേയർ സാദിഖ് ഖാന് കൂടുതൽ അധികാരങ്ങൾ നൽകാനും സർക്കാർ നീക്കം നടത്തുന്നുണ്ട്. കൗൺസിലുകൾ അതിരുകടന്ന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിൽ പുതിയ അധികാരം ഉപയോഗിക്കുമെന്ന് ഖാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സോഹോയും വെസ്റ്റ് എൻഡിന്റെ വലിയൊരു ഭാഗവും ഉൾപ്പെടുന്ന ക്യൂമുലേറ്റീവ് ഇമ്പാക്ട് സോണിൽ പുതിയ പബ്ബുകൾക്കും ബാറുകൾക്കും ലൈസൻസ് അനുവദിക്കുന്നതിൽ കൂടുതൽ നിയന്ത്രണം കൊണ്ടുവരാനും വെസ്റ്റ്മിൻസ്റ്റർ കൗൺസിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. പബ്ബ് സംസ്കാരം ബ്രിട്ടീഷ് സാമൂഹിക ജീവിതത്തിന്റെ പ്രധാന ഭാഗമാണെന്ന നിലപാടിലാണ് സർക്കാർ. മലയാളി അസോസിയേഷൻ ഓഫ് ദി UK സംഘടിപ്പിക്കുന്ന പ്രൗഢഗംഭീരമായ ഓണാഘോഷം പൊന്നോണം 2026 സെപ്റ്റംബർ 12 ശനിയാഴ്ച ബാർക്കിങ്ങിൽ വെച്ച് നടക്കും. ഈസ്റ്റ്ബറി കമ്മ്യൂണിറ്റി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 3 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ആഘോഷ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രവേശനം ഉച്ചയ്ക്ക് 2:30 മുതൽ ആരംഭിക്കും. മലയാളി അസോസിയേഷൻ ഓഫ് ദി UK സംഘടിപ്പിക്കുന്ന പ്രൗഢഗംഭീരമായ ഓണാഘോഷം പൊന്നോണം 2026 സെപ്റ്റംബർ 12 ശനിയാഴ്ച ബാർക്കിങ്ങിൽ വെച്ച് നടക്കും. ഈസ്റ്റ്ബറി കമ്മ്യൂണിറ്റി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 3 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ആഘോഷ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രവേശനം ഉച്ചയ്ക്ക് 2:30 മുതൽ ആരംഭിക്കും. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.